ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം ടൊവിനോ തോമസിനെ നായകനാക്കി സംവിധായകരായ അഖിൽ പോൾ, അനസ് ഖാൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രമാണ് ഐഡന്റിറ്റി. ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ലഭിക്കുന്നത്. 2025 തുടക്കം ഗംഭീരമായെന്നാണ് പ്രേക്ഷക പ്രതികരണം. നിലവാരമുള്ള ചിത്രമാണെന്നും നല്ല മേക്കിംഗ് ആണെന്നുമാണ് ഐഡന്റിറ്റിയെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ചിത്രത്തിന് മികച്ച വരവേൽപ്പാണ് ലഭിക്കുന്നത്. 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 50ഓളം എക്സ്ട്രാ സീനുകളാണ് മികച്ച പ്രതികരണം കാരണം കൂട്ടിയിരിക്കുന്നത്. രാഗം മൂവീസിന്റെ ബാനറിൽ രാജു മല്യത്ത്, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയ് CJ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. സംവിധായകരായ അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവർ ചേർന്നാണ് ഐഡന്റിറ്റിയുടെ തിരക്കഥയും രചിച്ചിരിക്കുന്നത്. ഐഡന്റിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്നത് 3 കഥാപാത്രങ്ങളാണ്: ഹരനും ആലിഷയും അലനും. ഹരനായി നിറഞ്ഞാടുകയാണ് ടൊവിനോ തോമസ്. തൻ്റെ ചെറുചലനം പോലും കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിട്ടുനിൽക്കാത്ത വിധം ജാഗ്രത കാട്ടിയിട്ടുണ്ട് പ്രകടനത്തിൽ ടൊവിനോ തോമസ്. അലൻ ജേക്കബായി വിനയ് റോയ് സിനിമയുടെ നെടുംതൂണാകുന്നു. രൂപത്തിലും ഭാവത്തിലും സൂക്ഷ്മത പുലർത്തിയാണ് ചിത്രത്തിൽ നടൻ വിനയ് റായ് പകർന്നാടിയിരിക്കുന്നത്. ആലിഷയായി തൃഷ തൻ്റെ കഥാപാത്രത്തിന് സിനിമയിൽ ലഭ്യമായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.